ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ബൈക്ക് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വർത്തായിട്ടൊരു ബൈക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകില്ല. അത് ഇനി പറയാം, ഈ ഒരു വണ്ടിയിൽ ഇനി എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ജസ്റ്റ് കൊടുക്കാമായിരുന്നെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇൻട്രഷൻ ചെയ്യാനാണെങ്കിൽ അവരൊരിക്കലും ഈ ഒരു മിറർ സെറ്റ് ചെയ്തായിരുന്നു. നമുക്കിന്ന് റിവ്യൂ ചെയ്യാനുള്ളത് ദ മോസ്റ്റ് അഫോർഡബിൾ 400cc എവ ദ പൾസർ NS 400. ഇത് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഹൈപ്പും കൊടുത്ത് അതിനുശേഷം ഒരുപാട് ഡീഗ്രേഡേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നൊരു വണ്ടിയാണിത്. അത് ആദ്യം തന്നെ പറയാം. അതിന് കാരണം ഈ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഫാൻ മെയ്ഡ് ഡിസൈൻസൊക്കെ ഇറങ്ങിയായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേപോലുള്ള ഡിസൈൻസൊക്കെ കണ്ടിട്ട് ഈ ഒരു വണ്ടിയുടെ ലോഞ്ച് കാണുമ്പോഴത്തേക്ക് ആരായാലും വെച്ച് ഡിസപ്പോയിൻറ്റഡ് ആവും. നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഡിസൈൻ കിട്ടുള്ളെന്ന് നമ്മൾ നേരത്തെ ആലോചിക്കണമായിരുന്നു. തെറ്റ് നമ്മുടെ ഭാഗത്താണ്. പക്ഷേ ഈ ഒരു വണ്ടി അത്ര ഡിസപ്പോയിൻറ്റിംഗ് ഒന്നും അല്ല. നമ്മൾ മുമ്പ് ആ ഒരു ഹൈപ്പിഡപ്പ് ഡിസൈൻ കണ്ടിട്ട് ഇത് കണ്ടുകൊണ്ടുള്ള കുഴപ്പം മാത്രമാണ് അത്. പക്ഷേ ഇത് പക്ക ഒരു വാല്യൂ ഫോർ മണി വണ്ടിയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 400cc ബൈക്ക് ഇത്രയും സ്പെക്കൊക്കെ കുത്തിരിച്ച വേറെ വണ്ടി ഇനി ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. RTR വല്ലതും ഒരു RTR 400 ഇറക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു വണ്ടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലേക്ക് ഇറങ്ങാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതൊരു 373cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ വരുന്നതെന്ന് വെച്ചാൽ 40 horse പവർ അറ്റ് 8800 RPM ആൻഡ് 35 Nm ഓഫ് ടോർക്ക് അറ്റ് 6500 RPM. അപ്പോൾ അതിൽ ഇതിന് ഒരു ഷോർട്ടർ വീൽ ബേസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഷോർട്ടർ വീൽ ബേസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഫ്ലിക്കൊക്കെ ചെയ്ത് ട്രാഫിക്കിലൊക്കെ സിറ്റി റൈഡിലൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഹൈവേയിൽ സ്റ്റെബിലിറ്റി ചെറിയൊരു ഇഷ്യൂ തരും. പിന്നെ ഇതിൽ ജസ്റ്റ് ഡൊമിനോൻ്റെ ആ ഒരു സെയിം എഞ്ചിനൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇതിൽ ഒരുപാട് വെയിറ്റ് റഷൻ ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും. ഇതിൽ അതിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഒരു ഹബ്ലെസ് ഡിസ്ക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന് ഫ്രണ്ടിൽ ഒരു 320 mm ഡിസ്ക്കും ബാക്കിൽ 230 mm ഡിസ്ക്കുമാണ് കൊടുത്തേക്കുന്നത്. ഇത് സെയിം ഒരു ഡ്യൂക്ക് 250 Gen 3 പോലെ ഹബ്ലെസ് ഡിസ്ക്കാണ് കൊടുത്തേക്കുന്നത്. കാരണം വെയിറ്റ് റഷൻ എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അവിടേക്ക് ഇതിൽ മാക്സിമം കുറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇൻട്രഷൻ ചെയ്യാനാണെങ്കിൽ അവരൊരിക്കലും ഈ ഒരു മിറർ സെറ്റ് ചെയ്തായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി വൈസ് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിക്ക് ഹെവിയാണ്. ഈ ഒരു 2 മിറേഴ്സ് തന്നെ ഏകദേശം എനിക്ക് 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരും. പിന്നെ ഇത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ആ ഒരു കുഴപ്പം മാത്രമല്ല, വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലോണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയാം, ഈ ഒരു വണ്ടിയിൽ ഇനി എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ജസ്റ്റ് കൊടുക്കാമായിരുന്നെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തൊക്കെ കുത്തി നിറയ്ക്കാൻ പറ്റുമോ അതൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എൻ്റെ സിംഗാമിലോട്ട് പറയുകയാണെങ്കിൽ ഡൊമിനോറിൽ ഒരു അലുമിനിയം ടൈപ്പ് ഇതേപോലത്തെ സിംഗാമാണ് വരുന്നത്. ഇതിൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ബോക്സ് ടൈപ്പ് സിംഗാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ്. പിന്നെ ആ ഒരു സെയിം NS വരുന്ന മോണോഷോക്ക് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത്. റയർ സെഷൻ നമ്മുടെ NS 200 വളരെയധികം സിമിലറാണ്. ഈ ബാക്കിലെ ഗ്രാബ് ആയാലും ആ ഒരു സെയിം ഗ്രാബ്, ടെയിൽ ലൈറ്റ് NSൻ്റെ ആ ഒരു സെയിം സാധനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് ഫെൻഡർ കണക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഇത് ഒരുപാടൊന്നും റിവ്യൂ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. കാരണം പുതിയ വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റേഴ്സ് അല്ല. ഇപ്പോൾ ഞാൻ എടുത്തത് മാത്രമായിരിക്കും കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിയത്. അപ്പോൾ ഇത് ഓടിച്ച് തുലയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ NS 200 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബീഫ്ഡ് അപ്പ് ആയിട്ടുള്ള ലുക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇതിലുള്ള വ്യത്യാസം എന്തായാലും. പിന്നെ നോർമൽ NS 200 വ്യത്യാസമായിട്ട് കുറച്ചുകൂടി ഒരു വലിയ UFC 4 ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ സ്റ്റോക്കായിട്ട് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. വണ്ടിയുടെ കയറി ഇന്ന് കാണിച്ചു തരാം. പിന്നെ ഈ മിറേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഡൊമിനോറിൻ്റെ സെയിം മിറേഴ്സ് ആണെങ്കിൽ ഡൊമിനോറിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടി വൈഡ് ആണെന്ന് തോന്നുന്നു. അതിൽ ഈ ഒരു മിറേഴ്സ് കുറച്ചുകൂടി അകലത്തിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത് ഡൊമിനോർ 400 വരുന്നുണ്ട്. അതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ മീറ്റർ കൺസോളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. KTMൻ്റെ കാര്യത്തിൽ റെഡി ടു റേസ് ആണെങ്കിൽ ലെറ്റ് ഓഫ് റൈഡ് എന്ന് പറഞ്ഞൊരു സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ LCD ഡിസ്പ്ലേയും സൈഡിലൊരു ചെറിയൊരു മിനി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലക്ട്രോണിക്സിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. അപ്പോൾ ഇതിൻ്റെ മോഡ്സിൻ്റെ കാര്യത്തിലോട്ടൊക്കെ റൈഡിങ് മോഡ്സിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ റെയിൻ, റോഡ്, സ്പോർട്ട്, ഓഫ് റോഡ്, ഈ ഒരു 4 മോഡ്സാണ് വരുന്നത്. ആ 4 മോഡ്സിലും ചെറിയ രീതിക്ക് പവർ വേരിയേഷനും ABSൻ്റെ കാലിബ്രേഷനിലൊക്കെ ചെറിയ വ്യത്യാസം കാണും. പല സ്ഥലത്തും പല രീതിക്കാണ് നമുക്ക് ABSൻ്റെ ആവശ്യം. പിന്നെ ഈ ഒരു ഗ്രിപ്പ് ഡൊമിനോറിലെ ഒരു ഗ്ലോസി ആണെങ്കിൽ ഇതിലൊരു മാറ്റ് ടൈപ്പ് ഗ്രിപ്പാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൊമിനോറിൻ്റെ സെയിം ഒരു ഹാൻഡിൽ ബാർ വെയിറ്റാണ് കൊടുത്തേക്കുന്നത്. ഇത് ഈ ഒരു വെയിറ്റ് ഉണ്ടെങ്കിലും പക്ഷേ ഹാൻഡിൽ ചെറിയ രീതിക്ക് ലോ സ്പീഡിൽ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിറേഴ്സൊക്കെ ഇരുന്നിട്ടും വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിറർ ഊരി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വൈബ്രേഷൻ ഇതിലെന്തായാലും ഫീൽ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് എല്ലാം നോക്കുമ്പോഴത്തേക്ക് നല്ല വിസിബിലിറ്റി ഉള്ള മീറ്ററാണ് തരുന്നത്. പിന്നെ ഈ ഒരു 2 ഇവിടത്തുള്ള കൺട്രോൾ ഫീച്ചേഴ്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഓഫ്, ഓണ്,
പിന്നെ ഒന്നുകൂടെ താറ്റടിച്ച സെൽഫ്. ആദ്യം മറ്റേ റോയൽ എൻഫീൽഡിലെ കൊണ്ടുവന്നൊരു സെയിം സാധനം ഇതിലുണ്ട്. പിന്നെ ഹസാർഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്വിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹസാർഡ് ഓണാണ്. ഹസാർഡ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടൊന്ന്. ഹസാർഡിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻറ്റഗ്രേറ്റർ സ്വിച്ച് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ് ഇവിടെ ഒരു ഇത് രണ്ടും പാർക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ് ലൈറ്റ് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് തോന്നുന്നു. കാരണം ഇതിൽ ഞാൻ എല്ലാം ഓണാക്കി നോക്കിയാൽ നല്ലതായിരിക്കും വെട്ടമുണ്ട്. നമ്പർ പ്ലേറ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു റേഡിയേറ്റർ കർവ്ഡ് ഒന്നുമല്ല, ജസ്റ്റ് പ്ലെയിൻ റേഡിയേറ്റർ വിത്ത് സിംഗിൾ കൂളിംഗ് ഫാനാണ് കൊടുത്തിട്ടുള്ളത്. NSൻ്റെ കാട്ടി ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു പോർഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലുക്കിൻ്റെ ബേസിലായിരിക്കണം എന്തായാലും കൊടുത്തത്. NSൽ വരുന്ന ഒരു സെയിം സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ നേരത്തെ അഡ്ജസ്റ്റബിൾ ക്ലച്ചിൻ്റെ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ ഈ KTMൻ്റെ അഡ്ജസ്റ്റബിൾ ക്ലച്ചുകൾ വാങ്ങിച്ച 349 രൂപയ്ക്കാണ്. അത് തന്നെ റൈറ്റ് സൈഡ് എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ 1200 രൂപ വരുന്നു. അപ്പോൾ അത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2000 രൂപയായി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 10-4000 രൂപ എന്തായാലും ചിലവാകും. ഇതിന് 2000, ഇതിന് 2000, 4000 രൂപ. കോസ്റ്റ് കട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു 2 മിറർ മാറ്റിയാൽ തന്നെ എനിക്ക് തോന്നുന്നു 4000 രൂപ അടുപ്പിച്ച് ഇതിൽ കുറയ്ക്കായിരുന്നു. ഈ ഒരു സ്വിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇതിലൊരു ജോയ്സ്റ്റിക്ക് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡ്സൊക്കെ മാറ്റാനും കൺട്രോൾസും എല്ലാം ഇതിലുണ്ട്. പിന്നെ ഹോൺ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് ഹോണ്. പിന്നെ ഇതിൽ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഇതെല്ലാം ഈ ഒരു 3 ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ SOF നോട്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐഡിയലിലെ ഒരു SOF നോട്ട്. SOF നോട്ടൊക്കെ ആ ഡോമിനോറിൻ്റെ അടുത്ത ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉള്ളൊരു SOF നോട്ട് തന്നെയാണ്, അത് കൊള്ളാം. പിന്നെ ഈ ഒരു ബ്രേക്ക് നോർമലായിട്ടുള്ള ഇതിൽ ബ്രംബോയുടെയൊക്കെ ഇതിലൊരു ഗ്രിമേക്ക എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ വേണം വരുന്നത്. ഇത് വെച്ചിട്ടുള്ളൊരു വണ്ടി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. വണ്ടിയുടെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത് 807 mm ആണ്. ഞാനിപ്പോൾ വണ്ടി കയറി എന്ന് കാണിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പോകില്ല. കാരണം എനിക്കൊരു 6 feet ഉണ്ട്. എനിക്കിത് വളരെ ഹൈറ്റ് കുറഞ്ഞ കണക്കാണ് തോന്നുന്നത്. പക്ഷേ ഇത് നോർമലായിട്ടൊരു 6 feet താഴെയുള്ളവർക്കായാലും വണ്ടി ഈസി ആയിട്ട് എടുത്ത് ഓടിക്കാൻ പറ്റണം. വിൻഡ് ഓഫ് എടുക്കുന്ന പാടേയുള്ളൂ. അത് കഴിഞ്ഞ് എത്ര ഹൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും. പിന്നെ ബ്രേക്സ് ഡോമിനോറിനെക്കാട്ടി ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഡോമിനോറിലാണെങ്കിൽ ഒരു റേഡിയൽ ടൈപ്പ് 4 piston കാലിബറാണ് വരുന്നത്. ഇതിലാണെങ്കിൽ ആക്സിൽ. ഞാൻ ആക്സിൽ തമ്മിലുള്ള ചേഞ്ച് ഒന്ന് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആക്സിൽ. ഈ ആക്സിലിൻ്റെ അതേ ഡയറക്ഷനിലാണ് നിങ്ങളുടെ ബ്രേക്കിൻ്റെ മൗണ്ടിങ് ബോട്ട് പോകുന്നതെങ്കിൽ അത് ആക്സിൽ ബ്രേക്ക്. ഇതിലിപ്പോൾ അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്സിലാണ്. ഇനി റേഡിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൊമിനോറിലാണെങ്കിൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു മൗണ്ടിങ് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് നമ്മുടെ ടയറിന് റേഡിയലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് റേഡിയൽ ബ്രേക്കിനായിരിക്കും കുറച്ചുകൂടി ഇതിൻ്റെക്കാട്ടി പെർഫോമൻസ് കൂടുതൽ. പിന്നെ ഇതിൽ 2 പിസ്റ്റനേ വരുന്നുള്ളൂ. നമ്മുടെ ബ്രേക്ക് പാഡിനെ തള്ളി ഈ ഒരു ഡിസ്കിലോട്ട് പിടിപ്പിക്കാൻ. ഡൊമിനോറിലാണെങ്കിൽ 4 പിസ്റ്റൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒന്ന് കൊടുത്താൽ കൊള്ളാമായിരുന്നെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതിൽ കൂടുതലൊന്നും കൊടുക്കാൻ വേണ്ടി ആർക്കും പറ്റില്ല. കോസ്റ്റ് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ അവിടേക്ക് കട്ട് ചെയ്ത് മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ബൈക്ക് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വർത്തായിട്ടൊരു ബൈക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകില്ല. അതിന് പുതിയതായിട്ടെങ്കിലും വണ്ടി ഇറക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ NSൻ്റെ ഒരു സെയിം ഫ്രെയിം കുറച്ചൊന്ന് മസിലൊക്കെ കൂട്ടിയെടുത്തൊരു രീതിയിലെ ഫ്രെയിമാണിത്. ഇതിലൊരു ടാങ്ക് പാഡ് പോലെ ഈ ഒരു ഫ്രെയിമിലൊരു പാഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ. ഈ വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിൻ്റെ മിററിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇത് നല്ല ടൈറ്റാണ്. അവർ വെച്ചേക്കുന്ന രീതി തന്നെ വെക്കത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ഒരു റൈഡ് ബൈ വേറെ തോട്ടിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല രീതിക്കൊരു റെസ്പോൺസ് ഉണ്ട്. ഞാൻ ഇത് വലുതായിട്ട് കൈയെടുത്തൊന്നും എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇത് ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. കയ്യിലൊന്നും നിൽക്കാതെ കുറച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയിട്ടാൻ ചാൻസ്. ഇതിൻ്റെ ബ്രേക്ക്, ഈ ഒരു ഫുഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. NSലൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കും. അത് കുറച്ച് കംഫർട്ടബിളാണ്. ഇത് കറക്റ്റ് നമുക്ക് പൊസിഷനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ചവിട്ടാനായാലും നല്ല രീതിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. പിന്നെ ഹാൻഡിലിൽ ഡൊമിനോൻ്റെ കാട്ടി ചെറുതായിട്ടൊരു വൈബ്രേഷൻ കൂടുതലാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഗിയർ ഷിഫ്റ്റിങ് ഡൊമിനോൻ്റെ കാട്ടി കുറച്ചുകൂടെ സ്മൂത്താണ്. ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഗിയർ വീഴുന്നുള്ളൂ. എന്തോ ഡൊമിനോറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ തെർമോക്കോളിലൊക്കെ ചന്ദനത്തിരി കത്തിച്ചിട്ട് പണ്ട് ഒരിക്കൽ കളിക്കായിരുന്നു. ആ ഒരു സെയിം ഫീലാണ് ഇതിലിപ്പോൾ ഗിയറും കാര്യങ്ങളൊക്കെ മാറി മാറി പോകുന്നത്.
ഇതിൻ്റെ സ്പീഡോമീറ്റർ അയച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതിലിപ്പോൾ സ്പീഡ് കാണിക്കുന്നില്ല. അതേപോലെ തന്നെ അപ്പോൾ ABS ഓഫാണ്, അതുകൊണ്ട് നമുക്ക് മാനമര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോവാം. അതേ വണ്ടിയാണ്. ബ്രേക്കിംഗ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഓവറായിട്ട് കൈയൊക്കെ കൊടുക്കുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വണ്ടി ഇപ്പോൾ ഇത് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ആയാലും ആർക്കെങ്കിലുമൊക്കെ വെലോർസൊക്കെ കൊടുക്കാനാണ്. അപ്പോഴത്തേക്ക് തൊലച്ച് കൊടുക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്സ് ഞാൻ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു, കറക്റ്റ് എൻ്റെ ഒരു ഫിംഗർ ലെന്തിന് അടിച്ച് വെച്ച്. അപ്പോൾ എനിക്ക് അതും ഇപ്പോൾ ഓടിക്കാൻ നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവച്ച് സംസാരിക്കാം. ഇതിൻ്റെ ഒരു എക്സ്ഹോസ്റ്റ് നോട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വണ്ടി നിർത്താൻ നേരത്തായാലും ഒന്ന് കൈ കൊടുത്ത് റബ്ബ് ചെയ്ത് നിർത്തുന്ന സമയത്ത് നല്ല രീതിക്ക് അതെനിക്കൊരു തമ്പ് തരുന്നൊരു എക്സ്ഹോസ്റ്റ് നോട്ട് തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റാൻഡൊക്കെ കറക്റ്റ് നമ്മൾ നോർമൽ NSൻ്റെ പൊസിഷൻ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ സ്റ്റാൻഡിലാൻ വേണ്ടി കറക്റ്റ് ചവിട്ടിയത് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഹൂക്കിലാണ് ചവിട്ടി നേരെ ഇട്ട്. കാരണം എൻ്റെ വണ്ടി ഒരു AS ആണ്, എൻ്റെ വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു സൈഡ് പാനലിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലാണെങ്കിൽ ഈ ഒരു സെയിം പാനൽ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തല്ല, ഈ സെയിം പാനലിൻ്റെ അകത്തോടെ ഒരു പീസ് ഇട്ടതാണെന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ അപ്പുറത്തെ വരെ എൻ്റെ വണ്ടിയിൽ കാണിച്ചു തരാം. ആ ഒരു സെയിം പാനലിൽ ഈ ഒരു പാനലിൽ ഇവിടെ ഒരു പീസ് ഇട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് NS200 കാട്ടി കുറച്ചുകൂടെ ബീഫി ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതും AS200 ആണ്. ഇത് കുറച്ച് ബീഫായിട്ട് തോന്നി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കയറ്റി മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ സെയിം ഇതിനെക്കാട്ടി ബീഫിയാണ് ആ സാധനം. എന്തായാലും ഹീറ്റിംഗ് ഇഷ്യൂസ് കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് RC390 അത്ര ഒന്നും ഹീറ്റിംഗ് ഒന്നും തോന്നുന്നില്ല. കാലിലൊന്നും അത്ര ഹീറ്റ് അടിക്കുന്നില്ലെന്ന് തന്നെ പറയാം. ഞാൻ RC ഒക്കെ റിവ്യൂ എടുത്തപ്പോൾ കുറച്ച് ഒഴിയപ്പോൾ തന്നെ കാലിൽ നല്ല രീതിക്ക് ഹീറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൽ പിടിക്കുമ്പോഴൊക്കെ ഹീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ കാലിലൊന്നും എല്ലാവരും ഹീറ്റിംഗ് ഒന്നും അടിക്കുന്നില്ല. ബുക്കിങ്ങിനും എല്ലാം നമ്മുടെ കിളിമാനൂർ കല്ലിങ്കൽ ബജാജിന്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കണ്ടിട്ട് ചുമ്മാ ഇറങ്ങിപ്പോകാതെ പറ്റുമെങ്കിൽ ലൈക്കും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് വേറെ എങ്കിലും വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതോടൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്തൊരു വണ്ടിയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.